ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ദൂത് പത്രിയിലേക്കാണ്. കാശ്മീരിലെ ദൂത് പത്രി പാലിൻ്റെ താഴ്വര എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 42 കിലോമീറ്റർ അകലെ ബുദ്ഗാം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ബൈക്കിന് പോകുന്ന വഴിക്ക് പെട്ടെന്നാണ് മഞ്ഞ് വീഴ്ച തുടങ്ങിയത്. മുന്നോട്ട് പോകുവാൻ പറ്റാത്ത വിധത്തിൽ ഭയങ്കരമായ മഞ്ഞ് വീഴ്ചയാണ് പിന്നീട് വന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ ആ പരിസര പ്രദേശങ്ങൾ മഞ്ഞ് നിറഞ്ഞ് ഇല പൊഴിഞ്ഞ മരങ്ങളിലൊക്കെ മഞ്ഞ് വീണ് നിൽക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തണുത്ത് വിറച്ചിരിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു പെട്ടിക്കടയിലേക്ക് കയറി ഒന്ന് ചൂട് കൊള്ളാമെന്ന് വിചാരിച്ചു. അവിടെ ചെറിയ വിറകിട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടെ സാധാരണ കാശ്മീരികളെല്ലാവരും ഉപയോഗിക്കുന്ന ഇവരുടെ ഒരു പോർട്ടബിൾ ഹീറ്ററാണ് ഈ ഒരു കാംഗ്രി എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് കാംഗ്രി എന്നാണ്. ഇവരുടെ ശരീരം ചൂടാക്കുവാനായിട്ട് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഡ്രസ്സിനുള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ഉപകരണമാണിത്. മൺപാത്രത്തിനുള്ളിൽ ചൂടുള്ള കരി നിറച്ചാണ് ഇത് ഉപയോഗിക്കുന്നത്. കഠിനമായ ശൈത്യകാലത്ത് ശരീരം ചൂടാക്കി നിർത്തുവാനായിട്ട് ഇത് വളരെയധികം ഉപയോഗപ്രദമാണ്. പലപ്പോഴും മനോഹരമായി അലങ്കരിച്ച രീതിയിലാണ് കാംഗ്രി വിൽപ്പനക്ക് വരുന്നത്. വിവാഹങ്ങളിലും ഉത്സവങ്ങളിലും ഒക്കെ സമ്മാനമായിട്ട് ഇത് നൽകാറുണ്ട്. കാശ്മീരി കരകൗശല വൈദഗ്ധ്യം പ്രദർശിപ്പിക്കുന്ന ഡിസൈനുകളും ഇവയിലുണ്ട്.
പൈൻ മരങ്ങൾ, മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, സ്ഫടികം പോലെ തെളിഞ്ഞ അരുവികൾ എന്നിവയാൽ ചുറ്റപ്പെട്ട ഒരു പച്ചപ്പ് നിറഞ്ഞ പുൽമേടയാണ് ഈ ദൂത് പത്രി. അങ്ങനെ നമ്മൾ ദൂത് പത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദൂത് പത്രിയുടെ മനോഹാരിതയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിൻ്റർ തീരുന്ന സമയമായതുകൊണ്ട് മഞ്ഞ് വീഴ്ച വളരെ കുറവാണ്. എന്നാലും അതിൻ്റെ ഒരു ഭംഗി നോക്കുക. ഇപ്പോൾ മരങ്ങൾ ഇലകൊഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ്. സദാസമയത്തും വളരെ ഭംഗിയുള്ള നയനമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നൽകുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു ദൂത് പത്രിയും. മലയാളികൾ പലപ്പോഴും മിസ് ചെയ്യുന്നൊരു പ്ലേസ് കൂടിയാണിത്. ഇപ്പോൾ അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സീസൺ ടൈമിനൊക്കെ എല്ലാ ആക്ടിവിറ്റീസും സുലഭമായി തുടങ്ങിയിട്ടുണ്ട്. ATV റൈഡും പോണി റൈഡും ഒക്കെ ഇവിടെ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. ദൂത് പത്രി വീഡിയോ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.